ലോഗോസ് ക്വിസ് 2024 ഇന്നത്തെ ഈ വീഡിയോയിൽ നാം പഠിക്കുവാൻ പോകുന്നത് പ്രഭാഷകൻ 39 അധ്യായത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ്. ഈ അധ്യായത്തിൽ നിയമ പണ്ഡിതന്മാരെ പറ്റിയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങളെക്കുറിച്ചും വിവരിക്കുന്നു. ഇനി നമുക്കിതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും നോക്കാം. ചോദ്യം 1. എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? ചോദ്യം 1. എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? ഉത്തരം അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവർ. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ. ചോദ്യം 2. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ ആരുടെ വാക്ക് വിലമതിക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ ആരുടെ വാക്ക് വിലമതിക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം വിശ്രുതരുടെ വാക്കുകൾ വിലമതിക്കും. അവൻ വിശ്രുതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യും. ചോദ്യം 3. ആപ്തവാക്യങ്ങളുടെ ആന്തരാർത്ഥം തേടുന്നവൻ എന്ത് സ്വായത്തമാക്കുന്നു? ആപ്തവാക്യങ്ങളുടെ ആന്തര അർത്ഥം തേടുന്നവൻ എന്ത് സ്വായത്തം ആക്കുന്നു? ഉത്തരം ഉപമകളുടെ നിഗൂഢതകൾ. അവർ ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുന്നു. ചോദ്യം 4. മനുഷ്യരുടെ നന്മതിന്മകൾ അവൻ വേർതിരിച്ച് അറിയുന്നത് ആര്? മനുഷ്യരുടെ നന്മതിന്മകൾ അവൻ വേർതിരിച്ചറിയുന്നു ആര്? അതിൻ്റെ ഉത്തരം അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുവാൻ താൽപ്പര്യമുള്ളവർ. മനുഷ്യൻ്റെ നന്മതിന്മകൾ അവൻ വേർതിരിച്ചറിയുന്നു ആര്? ഉത്തരം അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുവാൻ താൽപ്പര്യമുള്ളവൻ. ചോദ്യം 5. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ അതിരാവിലെ താൽപ്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നത് എന്തിന്? അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ അതിരാവിലെ താൽപ്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നത് എന്തിന്? അതിൻ്റെ ഉത്തരം സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കുന്നതിന്. സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കുന്നതിന് അവൻ അതിരാവിലെ താൽപ്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. ചോദ്യം 6. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്ത് വിവേചിച്ചറിയുന്നു? അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്ത് വിവേചിച്ച് അറിയുന്നു? ഉത്തരം മനുഷ്യരുടെ നന്മതിന്മകൾ. അവൻ മനുഷ്യരുടെ നന്മതിന്മകൾ വിവേചിച്ച് അറിയുന്നു. ചോദ്യം 7. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യം ഉള്ളവനിൽ എന്ത് നിറയും? സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യം ഉള്ളവനിൽ എന്ത് നിറയും? ഉത്തരം ജ്ഞാനത്തിൻ്റെ ചൈതന്യം. ചോദ്യം 8. എങ്ങനെയാണ് അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ കർത്താവിന് നന്ദി പറയുക? ചോദ്യം 8. എങ്ങനെയാണ് അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ കർത്താവിന് നന്ദി പറയുക? ഉത്തരം വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം. ചോദ്യം 9. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ ഏത് നിബന്ധനകളിലാണ് അഭിമാനം കൊള്ളുന്നത്? ചോദ്യം 9. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ ഏത് നിബന്ധനകളിലാണ് അഭിമാനം കൊള്ളുന്നത്? ഉത്തരം കർത്താവിൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ. ചോദ്യം 10. ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം അവർ അവശേഷിപ്പിക്കും ആര്? കാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം അവൻ അവശേഷിപ്പിക്കും ആര്? ഉത്തരം അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ. ചോദ്യം 11. എൻ്റെ വാക്കുകേട്ട് അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ മുട്ടുടുവീനെന്ന് ആരോടാണ് പറയുന്നത്? എൻ്റെ വാക്കുകേട്ട് അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ മുട്ടുടുവീനെന്ന് ആരോടാണ് പറയുന്നത്? ഉത്തരം വിശ്വസ്തന്മാരായ പുത്രന്മാരോടാണ് ഇങ്ങനെ പറയുന്നത്. ചോദ്യം 12. എങ്ങനെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തോട് നന്ദി പറയുകയും ചെയ്യുവീനെന്നാണ് പ്രഭാഷകൻ 39:15 പറയുന്നത്?
എങ്ങനെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തോട് നന്ദി പറയുകയും ചെയ്യുവീൻ. ഉത്തരം: സ്തുതികളോടും ഗാനാലാപത്തോടും വീണനാദത്തോടും കൂടി. അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടത് സ്തുതികളോടും ഗാനാലാപത്തോടും വീണനാദത്തോടും കൂടി. പ്രഭാഷകൻ 39:17 അനുസരിച്ച് അവിടുന്ന് അരുളി ചെയ്തപ്പോൾ എന്തുണ്ടായി, അവിടുന്ന് കൽപ്പിച്ചപ്പോൾ എന്തുണ്ടായി? അതിൻ്റെ ഉത്തരം: അരുളി ചെയ്തപ്പോൾ ജലം കുന്നുകൂടി, കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങൾ ഉണ്ടായി. ചോദ്യം 14. മനുഷ്യൻ്റെ പ്രവൃത്തികളെ അവിടുന്ന് എന്നു മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നു? മനുഷ്യൻ്റെ പ്രവൃത്തികളെ അവിടുന്ന് എന്നു മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നു? ഉത്തരം: അനാദി മുതൽ അനന്തത വരെ. അനാദി മുതൽ അനന്തത വരെ കണ്ടുകൊണ്ടിരിക്കുന്നു. ചോദ്യം 15. അവിടുത്തെ സൃഷ്ടികളെക്കുറിച്ച് ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്തുകൊണ്ട്? അവിടുത്തെ സൃഷ്ടികളെക്കുറിച്ച് ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്തുകൊണ്ട്? പ്രഭാഷകൻ 39:21. ഉത്തരം: ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിത ഉപയോഗത്തിനാണ് എന്നതുകൊണ്ട്. ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിത ഉപയോഗത്തിനാണ് എന്നതുകൊണ്ട്. ചോദ്യം 16. കർത്താവിൻ്റെ അനുഗ്രഹം നദി എന്നതുപോലെ എന്തിനെയാണ് ആവരണം ചെയ്തിരിക്കുന്നത്? ഉത്തരം: വരണ്ട ഭൂമിയെ. കർത്താവിൻ്റെ അനുഗ്രഹം നദി എന്നതുപോലെ എന്തിനെയാണ് ആവരണം ചെയ്തിരിക്കുന്നത്? ഉത്തരം: വരണ്ട ഭൂമിയെ. ചോദ്യം 17. അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ ആരാണ് അവരുടെ കോപത്തിന് ഇരയാകുന്നത്? പ്രഭാഷകൻ 39:23. അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ ആരാണ് അവിടുത്തെ കോപത്തിന് ഇരയാകുന്നത്? ഉത്തരം: ജനതകൾ. ചോദ്യം 18. കർത്താവിൻ്റെ മാർഗങ്ങൾ പ്രതിബന്ധങ്ങളായി തീരുന്നത് ആർക്കാണ്? കർത്താവിൻ്റെ മാർഗങ്ങൾ പ്രതിബന്ധങ്ങളായി തീരുന്നത് ആർക്കാണ്? ഉത്തരം: ദുഷ്ടർക്ക്. ചോദ്യം 19. തിന്മ ദുഷ്ടർക്ക് എന്നതുപോലെ നന്മ ആർക്കു വേണ്ടിയാണ് ആദ്യം മുതൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? തിന്മ ദുഷ്ടർക്ക് എന്നതുപോലെ നന്മ ആർക്കു വേണ്ടിയാണ് ആദ്യം മുതൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം: ശിഷ്ടർക്കു വേണ്ടി. ചോദ്യം 20. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ എങ്ങനെയാണ് ആജ്ഞടിക്കുന്നത്? പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന കാറ്റുകൾ എങ്ങനെയാണ് ആഞ്ഞടിക്കുന്നത്? ഉത്തരം: കോപാവേശത്താൽ. ചോദ്യം 21. അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും എന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? പ്രഭാഷകൻ 39:29. അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും എന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം: പ്രതികാരത്തിനു വേണ്ടി. ചോദ്യം 22. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയുവാനാകില്ല എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്തുകൊണ്ട്? ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയുവാനാകില്ല എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്തുകൊണ്ട്? പ്രഭാഷകൻ 39:34. ഉത്തരം: ഓരോന്നും യഥാകാലം നന്മയായി തെളിയും എന്നതുകൊണ്ട്. ചോദ്യം 23. പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതം ആലപിച്ച് എന്തിനെ വാഴ്ത്തുവിനെന്നാണ് പ്രഭാഷകൻ 39:35 പറയുന്നത്? പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതം ആലപിച്ച് എന്തിനെ വാഴ്ത്തുവിനെന്നാണ് പ്രഭാഷകൻ 39:35 പറയുന്നത്? ഉത്തരം: കർത്താവിൻ്റെ നാമം. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.